മുതിരയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഭാരം കുറയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു ആഹാരമാണ് മുതിര. ഫൈബർ വളരെ കൂടുതലാണ്. വയറ് നിറഞ്ഞതായിട്ട് പെട്ടെന്ന് തന്നെ തോന്നും. അമിത ഭക്ഷണം പിന്നീട് കുറയ്ക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഫാറ്റ് ബേണിങ്ങിന് സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് മുതിര. വയറിലെ കൊഴുപ്പ് കുറയാനായിട്ട് വളരെ നല്ലതാണ്. ഇത് മെറ്റബോളിസം ഒക്കെ ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യും. ബെല്ലി ഫാറ്റ് സ്ലോ ആയിട്ട് കുറയാനും ദഹനം മെച്ചപ്പെടുത്താനും ഇത് കഴിക്കുന്നത് വളരെയധികം സഹായം ചെയ്യും. അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷനൊക്കെ കുറയും. ഗ്യാസും ബ്ലോട്ടിങ്ങും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നല്ല രീതിയിൽ ഇത് കഴിക്കുന്നത് മൂലം നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും. അതുപോലെ പ്രമേഹ രോഗികൾക്കും കഴിക്കാവുന്ന ഒന്നാണ് മുതിര. പ്രമേഹം നിയന്ത്രിക്കുവാനായിട്ട് മുതിര തോരനൊക്കെ ആക്കി കഴിക്കാം. മറ്റ് പച്ചക്കറികളോടൊപ്പം കുമ്പളങ്ങ, വെള്ളരിക്ക എന്നിവയ്ക്കൊപ്പമൊക്കെ ഇത് തോരൻ വെച്ച് കഴിക്കാവുന്നതാണ്. വാഴക്കൂമ്പിനൊക്കെ ചേർത്ത് മുതിര തോരൻ വെച്ച് കഴിഞ്ഞാൽ വളരെയധികം നല്ലതാണ്. ദഹനത്തിനും മലബന്ധമൊക്കെ അകലുന്നതിനും വൈറ്റമിൻ കണ്ടൻറ്റ് നിരവധിയാണ്. അതുപോലെ ബ്ലഡ് ഷുഗർ സഡനായിട്ട് സ്പൈക്ക് ആവുകയില്ല. ഡയബറ്റിക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫുഡ് തന്നെയാണിത്. ഇനി കൊളസ്ട്രോൾ ഉള്ളവർക്കാണെങ്കിൽ ഏറ്റവും നല്ല ഒരു ആഹാരമാണിത്. ഇപ്പം ഹാർട്ടിൻ്റെ ഒരു ഹെൽത്തിന് ഏറ്റവും അധികം സഹായിക്കുന്ന ഒന്നുമാണ്. ചീത്ത കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്ന LDL കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുന്നതാണ്. അതുപോലെ തന്നെ ഇത് ശരീരത്തിലെ ചൂട് കുറയ്ക്കുന്ന ഒന്നുമാണ്. ഒരു ഡീറ്റോക്സ് എഫക്റ്റ് തന്നെ ഉണ്ടാകും. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വേവിച്ചതിന് ശേഷം എടുക്കുന്ന വെള്ളം രസം ഉണ്ടാക്കിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഡീറ്റോക്സ് എഫക്റ്റ് തന്നെയാണ്. ശരീരത്തിലുള്ള ടോക്സിനുകളെയൊക്കെ അകറ്റി നിർത്തും. ഇനി ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമാണ് യൂറിനറി ഇൻഫെക്ഷൻ പോലെയുള്ള മൂത്രാശയ രോഗങ്ങളെ തടയും. കിഡ്നിയുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. കിഡ്നിയിലെ കല്ലിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കല്ലുണ്ടാകുന്നത് തന്നെ കുറയും. അതുപോലെ ഇൻഫെക്ഷനും സ്വെല്ലിങ്ങും ഒക്കെ കുറയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് മുതിര. ഇനി അനീമിയ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്നാണിത്. അയണിൻ്റെ കണ്ടൻറ്റ് വളരെ കൂടുതലാണ്. ഹീമോഗ്ലോബിൻ ഇത് കഴിക്കുന്നത് മൂലം ഒട്ടും തന്നെ കുറയുകയില്ല. അതിൻ്റെ കൺട്രോളിന് അതുപോലെ എല്ലുകളുടെയും മസിലുകളുടെയും ഒക്കെ ശക്തിക്കും വളർച്ചയ്ക്കും എല്ലാം സഹായിക്കുന്ന ഒന്നാണിത്. കാൽസ്യവും പ്രോട്ടീനും എല്ലാം ഇതിൽ ധാരാളമായിട്ടുണ്ട്. ശരീരത്തിന് എപ്പോഴും വീക്ക്നെസ്, ഒരു ക്ഷീണമൊക്കെ അനുഭവിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും മുതിര ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. മുതിര വേവിച്ചതിന് ശേഷം അതിൽ തേങ്ങാപ്പീര ചേർത്ത് ചെറിയ ഉപ്പ് ചേർത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. മുതിര ഉപയോഗിച്ച് മുതിര സാമ്പാർ, രസം വേവിച്ച് നേരിയ ഉപ്പ് ചേർത്ത് സാലഡാക്കി കഴിക്കാം. രാത്രി കുതിർത്ത് വെച്ചതിന് ശേഷം രാവിലെ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ വേഗത്തിൽ അത് തയ്യാറാക്കാനായിട്ട് സാധിക്കും. അമിതമായിട്ട് മുതിര മാത്രമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ചിലരിൽ ഗ്യാസ് ഫോം ചെയ്യാം. ആഴ്ചയിൽ 3 ദിവസം വരെ ഇത് കഴിക്കാൻ വളരെ സുരക്ഷിതമാണ്. ആയുർവേദത്തിൽ ഇതിനെ ഹിത ആഹാരം എന്നാണ് പറയുന്നത്. ഹിത എന്നാൽ ആയുർവേദ പ്രകാരം ആരോഗ്യം കൂടുന്നതും രോഗം തടയുന്നതും എന്നാണ് അർത്ഥം തന്നെ. മുതിരയുടെ ഔഷധ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രമേഹം, ഗർഭാശയ ശുദ്ധി, വെള്ളപ്പോക്ക്, കൈകാലുകളുടെ വേദന, വാതം, നീര്, തണുപ്പ്, അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം, മൂത്രക്കല്ല്, മൂലക്കുരു എന്നിവയ്ക്കെല്ലാം തന്നെ ഇത് നാട്ടുമരുന്നിലൊക്കെ ഔഷധമായിട്ട് പ്രയോഗിക്കുന്നുണ്ട്. മൂത്രത്തിൽ കല്ല്, വയറ് വീർപ്പ്, പ്രമേഹം എന്നിവയ്ക്കൊക്കെ ഇത് ഔഷധമാണ്. മൂത്രത്തെ വർദ്ധിപ്പിക്കുവാനും തടിച്ച ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് മെലിയുന്നതിന് മുതിര വളരെ നല്ലതാണ്. ക്ഷീണം ഉണ്ടാകുകയുമില്ല. 60 ഗ്രാം മുതിര 1 ലിറ്റർ വെള്ളത്തിൽ കഷായം വെച്ച് കുറുക്കി 1/4 ലിറ്റർ ആക്കുക. ഈ കഷായം സ്ത്രീകൾ പ്രസവാനന്തരമൊക്കെ സേവിച്ചു കഴിഞ്ഞാൽ ഗർഭാശയ ശുദ്ധി കൈവരുന്നതിനും ക്ഷീണം മാറുന്നതിനും ഒക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ മുതിര കഷായം വെള്ളപ്പോക്കിനും നല്ലതാണ്. ഇനി മുതിര വറുത്ത് പൊടിച്ച് കിഴിയാക്കി ചൂടുള്ള മുതിര കഷായത്തിൽ മുക്കി കിഴി വെച്ച് കഴിഞ്ഞാൽ കൈകൾക്കുള്ള സ്വാധീനക്കുറവ്, വേദന, കൈകാലുകളുടെയൊക്കെ വേദന, ശരീരവേദന, നീര്, കടച്ചിൽ ഇവയൊക്കെ ശമിക്കുന്നതാണ്. അതുപോലെ ശരീരവേദനയ്ക്കുള്ള തൈലം ഉണ്ടാക്കുന്നതിന് മുതിര ഉപയോഗിക്കാറുണ്ട്. 60 ഗ്രാം മുതിര അത് കഷായം വെച്ചതിന് ശേഷം 6 ഔൺസ് നല്ലെണ്ണ ചേർത്ത് കാച്ചിയെടുക്കുക. ഈ തൈലം ഉപയോഗിച്ച് വാതം മൂലമുണ്ടാകുന്ന വേദന, തണുപ്പ്, തരിപ്പ് എന്നിവയ്ക്കൊക്കെ പുറമെ പുരട്ടുന്നത് വളരെ നല്ലതാണ്. അതുപോലെ മഞ്ഞപ്പിത്തത്തിൻ്റെ ചികിത്സയ്ക്കും മുതിര ഉപയോഗിച്ചിരുന്നു. അതുപോലെ മൂത്രത്തിൽ കല്ല് ശമിക്കുന്നതിന് വേണ്ടിയിട്ട് നാട്ടുവൈദ്യത്തിലെ ചികിത്സ തന്നെ മുതിര വേവിച്ച് ഊറ്റിയെടുക്കുന്ന വെള്ളത്തിൽ കല്ലുപ്പും കായവും വറുത്ത് പൊടിച്ച് കുറേശ്ശെ ചേർത്ത് കാലത്തും വൈകിട്ടും കുടിക്കുകയും അതുപോലെ മുതിര വേവിച്ച് ദിവസവും കറിയൊക്കെ ആയിട്ട് ആഹാരത്തിൽ കഴിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മൂത്രത്തിൽ കല്ല് ശമിക്കുന്നതിന് വളരെ നല്ലതാണ്. അതുപോലെ പൈൽസ് രോഗമുള്ളവർക്കും മുതിര ആഹാരത്തിൽ ഉപയോഗിക്കുന്നത് വളരെ അനുകൂലമാണ്.
അപ്പോൾ ഇത്രയധികം പ്രാധാന്യത്തോടെ നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒന്ന് തന്നെയാണ് മുതിര. ഇത് പുഴുങ്ങിയോ കറി വെച്ചോ രസമാക്കിയോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ. നിരവധി രോഗങ്ങളെ ശമിപ്പിക്കുന്ന ഒരു ഔഷധം തന്നെയാണിത്. പീനസം, അർശസ്, വാതം, കഫം, രക്തപിത്തം തുടങ്ങിയ നിരവധി രോഗങ്ങളെ ശമിപ്പിക്കുന്ന ഒരു ഔഷധം തന്നെയാണ് മുതിര. അപ്പോൾ മുതിരയെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. മുതിരയുടെ ആരോഗ്യ ഗുണങ്ങൾ മനസ്സിലാക്കി ഇത് ആഹാരത്തിൽ ഉൾപ്പെടുത്താനായിട്ട് തീർച്ചയായിട്ടും ശ്രമിക്കുക. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.